ഇന്ന് ചോദ്യ നക്ഷത്രമല്ലേ, അപ്പം നമുക്ക് അത്തപ്പൂക്കളം ഇടണ്ടേ? തലേ ദിവസം രാത്രി നല്ല മഴയായതുകൊണ്ട് മിറ്റമൊക്കെ നല്ല രീതിയിൽ നനഞ്ഞു കുഴഞ്ഞാണ് കിടന്നത്. കുഞ്ഞിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ അവളുടെ ഉടുപ്പൊക്കെ മാറ്റി മുടിയൊക്കെ ചീകി അവളെ ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട്. കുളിപ്പിച്ചില്ല, കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാൻ വിചാരിച്ചു. വെള്ളത്തിന് നല്ല തണുപ്പ്. നമ്മൾ മുറ്റത്ത് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് ലിയക്കുട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ടായി, ലിയക്കുട്ടിക്ക് ഇറങ്ങി വരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പറിക്കുകയാണ് കേട്ടോ. രാവിലെ എന്തോ മൂശായിട്ട് പിടിച്ച് നിൽക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നോ നോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവളുടെ കൂടെയിൽ ഞാൻ പൂക്കളിട്ടപ്പം അതൊക്കെ തറയിൽ കുടഞ്ഞ് കളയുന്നുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ ഇല്ല വരില്ല എന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ തന്നെ അത്തപ്പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് തൊട്ടിപ്പുറേ ഒരാൾ നല്ല രീതിയിൽ മണ്ണ് കുഴച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ എന്തേലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ കാര്യമാക്കിയില്ല. ഈ സമയം കൊണ്ട് ഞാൻ അത്തപ്പൂക്കളം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. മൂന്നാം നാൾ തൊട്ട് ചുവന്ന നിറത്തിലുള്ള പൂക്കളെ അത്തപ്പൂക്കളത്തിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മുറ്റത്ത് ചുവന്ന നിറത്തിലുള്ള പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു. നാളെ വിരിയുവാണെങ്കിൽ അവയെ നമ്മുടെ അത്തപ്പൂക്കളത്തിൽ ഉൾക്കൊള്ളിക്കണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞ് കയറി. കാരണം വെച്ചാൽ നല്ല മഴക്കോളുണ്ടായിരുന്നു. നിന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മഴ പെയ്തു. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം എന്താ ഒലിച്ചു പോയേക്കുന്ന കണ്ടോ. ഇനി നമുക്ക് നാളെ അത്തപ്പൂക്കളം ഇടണം. ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് വരാവേ. ബായ്.